നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ മഴയൊക്കെ മാറിയിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷമായിട്ടുണ്ട്. ആ കൂട്ടിപ്പിടിച്ച മഴയൊക്കെ മാറി. അപ്പോൾ മൊത്തം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിറയെ പുല്ല് കയറി കിടക്കുന്നതാണ് സൈഡിലൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ജാതിയുടെ വളം ചെയ്യൽ പരിപാടിയാണ്. അപ്പോൾ പുല്ലൊക്കെ നമ്മൾ മെഷീൻ വെച്ച് ബ്രഷ് കട്ടർ വെച്ച് വെട്ടിയിട്ട് വളം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് ഇത് വളമൊക്കെ. കോഴിവളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് രാജ്ഫോസ്, ഒരു 1/2 കിലോ രാജ്ഫോസ് ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ കോഴിവളം ഒരു 1/2 ചാക്ക്. അപ്പോൾ ചാക്കുകൾ നമ്മൾ ഇവിടെ കോഴിവളം കുറച്ച് ദിവസം മുമ്പ്, ഒരു 2 മാസം മുമ്പ് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം കമ്പോസ്റ്റ് ആയിട്ട് ആ ചൂടൊക്കെ പോയിട്ടുണ്ട്. ആ ചൂടോട് കൂടി ഇടരുത്, കുറച്ച് പഴക്കം വന്നിട്ട് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ ചെടിയുടെ വേരിനൊക്കെ അത് പ്രശ്നമാണ്. അതൊക്കെ ചൂട് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം എടുത്തു വയ്ക്കുക, അതിന് ശേഷം എടുത്തിടുക. അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കുക. അങ്ങനെ ഏതെങ്കിലും 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം ചൂടൊക്കെ മാറി നല്ലൊരു കമ്പോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ചാക്കാണ് ഒരു ജാതിക്ക്. അതായത് ഒരു 5 വർഷമായ ജാതി തൈകളാണ്. ഇതൊക്കെ 5 വർഷമായതാണ്. ഇതൊരു 6 വർഷമായതാണ്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നന്നായിട്ട് പൂത്ത് തുടങ്ങുന്ന സമയമാണ്. പൂക്കളുണ്ട്, ചെറിയ കായുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ശരിക്കും അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മേളിൽ കായുണ്ട്, അത് പൊട്ടി വരാവുന്ന ടൈമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 3-4 സ്റ്റേജിലുള്ള പൂവ്, ചെറിയ കായ, അതിലും വലിയ കായ, അങ്ങനെ 3-4 സ്റ്റേജിലുള്ള കായ്കളുണ്ട്. അപ്പോൾ ഇനി പിന്നെ നമ്മളുടെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് പുല്ലൻ ജാതികളാണ്. അത് 5 വർഷമായത്. അവിടെയൊക്കെ നമ്മൾ പഴയ വീഡിയോസ് നോക്കിയാൽ ചെറിയ തൈകളായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ തൈകളുടെ വലിപ്പം ഒരു 10 അടി ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ബുഷായിട്ട് വളർന്നു നിൽക്കുന്നു. അതിലും കായുണ്ട്. ഇതിലിപ്പോൾ കായ 2-3 കായേ ഉള്ളൂ. പക്ഷെ മറ്റ് മരങ്ങളിൽ കായുണ്ട്, കാണിച്ചു തരാം. നമ്മളിത് ഇതുമൊക്കെ കായൊക്കെ ഇപ്പോൾ ശരിക്കും മൂത്തത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ താഴെ ഒരു കായ കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. പുല്ലൻ ജാതിയുടെയാണ്. കായ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. പത്രി പക്ഷെ അത്ര ഒരു 2 ഗ്രാമിന് ഒക്കെ വലിപ്പം വരുള്ളൂ ഉണക്ക. ചിലത് വലിപ്പമുണ്ട് കേട്ടോ. കായ് പക്ഷെ നല്ല വലിപ്പമുള്ള നല്ല കായാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് കായകളായി. ഇപ്പോൾ ഈ സീസണിൽ തീരാറായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറുപ്പം തോന്നും. എന്നാലും കായ്ക്ക് നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ശരിക്കും യൂണിവേഴ്സിറ്റി പറയുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കായ്ക്കാണ് വലിപ്പം, പത്രിക്ക് തൂക്കം കുറവാണ്. ഇതിൻ്റെ ഉണക്ക തൂക്കം നമ്മൾ നോക്കിയത് ഒരു മാക്സിമം വരുന്നത്, നല്ല വലിപ്പമുള്ളത് തന്നെ 3 ഗ്രാം ഉണക്കേ വരുന്നുള്ളൂ. പക്ഷേ കായ്ക്ക് നല്ല തൂക്കം കിട്ടും. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ സ്റ്റേജ് തന്നെയാണ്. പൂത്ത് വരുന്നുണ്ട്, ചെറിയ കായകൾ. ഇവിടെ ചെറിയ കായകൾ കാണാം. അതിലും വലിയ കായകൾ ഇവിടെ ഈ സൈഡിൽ. ഇതൊക്കെ വലിയ കായകൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ചില മരത്തിൽ കായകളായി തുടങ്ങുന്നു. ഇതിലൊക്കെ കായ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇപ്പോഴും അത് കായകളായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് 5 വർഷം കൊണ്ട്. തുടക്കം ഇത് ശരിക്കും ബഡിൽ നന്നായിട്ട് വളർച്ചയുണ്ട്. അത് ഞാൻ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബഡിന് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗ്രാഫ്റ്റ് തൈ വാങ്ങരുത്. കാരണം ആ ഗ്രാഫ്റ്റ് തൈക്ക് വളർച്ചയില്ല, നല്ലൊരു സമയമെടുക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രാഫ്റ്റ് തൈയാണ്. സെയിം ടൈമിൽ നട്ട ഗ്രാഫ്റ്റ് തൈ. ഈ ഗ്രാഫ്റ്റ് തൈ നിൽക്കുന്നുണ്ടോ? വളരെ ചെറുതായിട്ട് തന്നെ നിൽക്കുന്നത്, വലിപ്പത്തിലേക്ക് വന്നിട്ടില്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതുപോലെ നമ്മളുടെ ബഡ് വന്നിരിക്കുന്ന ജാതി പുല്ലൻ തന്നെ. ഇത് പുല്ലനാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വലിപ്പം കണ്ടറിയാം നിങ്ങൾക്ക്. ഇതിലെല്ലാത്തിലും കായകൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. കായകൾ അകത്തും കിടക്കുന്നുണ്ട്, ചെറിയ കായകളുണ്ട്. അപ്പോൾ നമുക്ക് വളം ഇടുന്ന രീതിയിലേക്ക് പോവാം. വളം നമുക്ക് രാജ്ഫോസ് ഇട്ട് കൊടുക്കാം, പിന്നെ കോഴിവളം ഇട്ട് കൊടുക്കാം. കോഴിവളം ഒരു ചാക്ക് പൊട്ടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇപ്പം ഈ ജാതി തൈകൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ പൂത്തുറ ജാതിയാണ്. ഇതിൻ്റെ ഇന്നലെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പകുതി ഭാഗം കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ രാജ്ഫോസ് ഇട്ട് കൊടുക്കുകയാണ്. വൈഫാണ്, ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് കൃഷി മെയിനായിട്ട് ചെയ്യുന്നത്. കൂടുതലും വീഡിയോസിൽ ഞാനാണ് വരാറ്. അപ്പോൾ നമ്മളുടെ ഹെൽപ്പിനായിട്ട് എപ്പോഴും വൈഫാണ് കൂടെ ഉണ്ടാവാറ്.
അപ്പോൾ നമ്മൾ രാജ്ഫോസ് ഒരു 1/2 കിലോത്തോളം ഇട്ട് കൊടുത്തു. കംപ്ലീറ്റ് കാട് പിടിച്ചു. കാരണം കണ്ടോ, ഇത് കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ ഇനിയിപ്പോൾ ബ്രഷ് കട്ടർ വെച്ച് പുല്ലൊക്കെ കളഞ്ഞിട്ട് വേണം വളമിടാൻ. ഇപ്പോൾ ഈ ഒരു കളഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കോഴിവളം ഇടാണ്. നമ്മൾ കൊലച്ചേറ് വെച്ച് ഇങ്ങനെ വിതറിയാണ് ഇടുന്നത്. നമ്മൾ വളമിടുമ്പോൾ ശരിക്കും തടത്തിനോട് കടയോട് ചേർന്നിടരുത്. ഒരു 1.5 അടി ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഇട്ടാൽ മതി. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന കാരണം കുറേ പണിക്കാശ് ലാഭമുണ്ട്. അല്ലാതെ പണിക്കാരെ നിർത്തി പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം ആയി തുടങ്ങിയ പ്രശ്നമില്ല. നമ്മൾ തൈകൾ കാര്യങ്ങളൊക്കെ നടുമ്പോൾ നമ്മൾ തന്നെ പണിയാണെങ്കിൽ ഏറ്റവും എളുപ്പം. കോഴിവളം ഇടുമ്പോൾ ഈ മഴക്കാലത്ത് മഴയൊക്കെ മാറി നിൽക്കുന്നൊരു സമയം, ശക്തമായ മഴയുള്ള സമയമല്ല, ഒന്ന് മാറി നിൽക്കുന്ന സമയം നോക്കി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. നല്ല വേനലിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അത് ശരിക്കും നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.